മുക്കൂട്ടിത്തറയിലെ ജസ്നയ്ക്ക് സംഭവിച്ചത് എന്താ? എല്ലാ വർഷവും അന്വേഷിച്ചെന്നും ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്നുമായിരുന്നു CBIയുടെ നിഗമനം. എന്നാൽ ഇതിനെതിരെ കുടുംബം രംഗത്ത് വരികയാണ്. 6 വർഷം മുൻപ് കാണാതായ ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച 5 പേരിലേക്ക് CBI അന്വേഷണം എത്തിയില്ല എന്ന് ജസ്നയുടെ അച്ഛൻ തുറന്നു പറയുകയാണ്. ആദ്യമായാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കുടുംബം നടത്തുന്നത്. അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും തിരോധാനത്തിന് മത തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ജസ്നയെ കൊണ്ടുപോയത്? ജസ്ന എവിടെയാണ്, എങ്ങോട്ടാണ് പോയത്? ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത്? കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതായാൽ അവളെ കണ്ടുപിടിച്ച് കുടുംബക്കാർക്ക് കൊടുക്കേണ്ടത് ആരാണ്? ഇതിനൊക്കെ മറുപടി പറയേണ്ടവർ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന ഇത്ര നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു മത തീവ്ര സംഘടനകൾക്ക് ബന്ധമില്ല എന്ന് പറയുന്ന റിപ്പോർട്ടിനെതിരെയാണ് ജസ്നയുടെ അച്ഛൻ നിർണായകമായ വെളിപ്പെടുത്തലുകളും നീക്കങ്ങളും നടത്തുന്നത്. 91 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ്, ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അടക്കം 3 അന്വേഷണ ഏജൻസികൾ, രാജ്യവ്യാപക പരിശോധനകൾ, സൈബർ ലോകത്തെ അരിച്ചുപെറുക്കൽ. എന്നിട്ടും ജസ്ന മരിയ ജെയിംസ് കാണാമറയത്താണ്. ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും കാണിച്ച തിരുവനന്തപുരം CBI കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് ജസ്നയുടെ കുടുംബം പുതിയ വെളിപ്പെടുത്തൽ കോടതിയിൽ നടത്തുന്നത്. 5 സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം പോയാൽ സത്യം പുറത്തു വരുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാണ് ജസ്നയുടെ അച്ഛന്റെ ആവശ്യം. ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണം. ഹർജി കോടതി സ്വീകരിച്ചു. ഇതിനെതിരെയുള്ള CBIയുടെ ആക്ഷേപം സമർപ്പിക്കാൻ 2 ആഴ്ച നൽകി. ഇതോടെ ഈ ഹർജിയിലെ വാദവും കോടതി നിലപാടും നിർണായകമാകും. പുലിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്കാണ് ജസ്നയെ കാണാതായതെങ്കിലും ഈ സ്ഥലങ്ങളിൽ CBI പരിശോധന നടന്നില്ല. കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്ത് ജസ്നയെ പറ്റിച്ചതായി സംശയമുണ്ട്. ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് അന്വേഷിച്ചില്ല. കോളേജിന് പുറത്തുള്ള NSS ക്യാമ്പുകൾക്ക് പോയത് അന്വേഷിച്ചിട്ടില്ല. അന്വേഷണം പരാജയമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. അതീവ ഗൗരവ സ്വഭാവമുള്ള ആക്ഷേപമാണ് അച്ഛൻ ഉയർത്തുന്നത്. കേരള പോലീസിന്റെ കണ്ടെത്തലുകളും CBIയുടേതിന് സമാനമായിരുന്നു. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാനില്ല എന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷം കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് 2021 ഫെബ്രുവരി 19-ന് കേസ് CBIക്ക് കൈമാറുന്നത്. അതും സമ്മർദ്ദങ്ങളുടെ ഫലമായുള്ള നീക്കം. മകൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണ് കുടുംബം കരുതുന്നത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും കോടതിയിൽ നിർണായക നീക്കം നടക്കുന്നത്. രാജ്യം വിട്ട് ജസ്ന പോകാനുള്ള സാധ്യതകളും ഇപ്പോഴും സജീവമാണ്. മൊബൈൽ ഫോൺ വീട്ടിൽ വച്ചായിരുന്നു ജസ്ന ബസ് കയറിപ്പോയത്. 2018 മാർച്ച് 22-ന് ജസ്നയെ കാണാനില്ല എന്ന് കാണിച്ച് പിതാവ് ജെയിംസ് വെച്ചുച്ചിറ എരുമേലി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. ആദ്യം വെച്ചുച്ചിറ പോലീസ് അന്വേഷിച്ച കേസിൽ തുമ്പൊന്നും കണ്ടെത്താനാകാതെ വന്നതോടെ പ്രതിഷേധമുയർന്നു. തുടർന്ന് 2018 ഏപ്രിൽ തിരുവല്ല DYSP ചന്ദ്രശേഖർ പിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചു. ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നാൽ ജസ്നയെ മാത്രം കണ്ടെത്താനായില്ല. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് IG മനോജ് അബ്രാമിന്റെ നേതൃത്വത്തിൽ 2018 മെയ് 27-ന് മറ്റൊരു അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികം 2 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർന്നു. കാണാതായ ദിവസം ജസ്നയെ ഫോണിൽ വിളിച്ച ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും ജസ്നയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നു. പക്ഷേ ആൺ സുഹൃത്തിന് കേസിൽ റോളൊന്നുമില്ല എന്ന് പോലീസിന് മനസ്സിലായി. ഇതോടെ കേസ് എങ്ങുമെത്താത്ത അവസ്ഥ വന്നു. എന്തായാലും ജസ്ന എവിടെയാണ്? ജീവിച്ചിരിപ്പുണ്ടോ? സിറിയയിലേക്ക് പോയോ? മതതീവ്ര സംഘടനകൾ ജസ്നയെ മതം മാറ്റിയോ? ഇതൊക്കെ അറിയാനുള്ള അവകാശം, സ്വന്തം മകൾ ജീവനോടെ ഉണ്ടോ എന്നറിയാനുള്ള അവകാശം ഒരു അച്ഛനുണ്ട്. ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ, ഏറ്റവും മികച്ച പോലീസ് സംവിധാനങ്ങൾ, ഏറ്റവും മികച്ച അന്വേഷണ സംവിധാനങ്ങളാണ് നമുക്കുള്ളത് എന്ന് പറയുമ്പോഴും ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല? മനഃപൂർവ്വം കണ്ടെത്താത്തതാണോ, അതോ എന്തെങ്കിലും കള്ളക്കളികൾ ഇതിന് പിന്നിലുണ്ടോ? ഇതാ പറയേണ്ടത് പോലീസും അന്വേഷണ ഏജൻസികളുമാണ്. എന്തായാലും ജസ്നയുടെ അച്ഛന്റെ ഈ ഒരു ആരോപണങ്ങൾ കോടതി തള്ളില്ല എന്ന് വിശ്വസിക്കാം. വീണ്ടും അന്വേഷണം പുനരാരംഭിക്കാൻ കോടതി ചിലപ്പോൾ അനുവാദം നൽകുമായിരിക്കാം. എന്തായാലും ജസ്ന ഇപ്പോഴും കാണാമറയത്താണ്. ആ അച്ഛൻ അറിയേണ്ടത് ഒന്ന് മാത്രം, തന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ?